ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാം. നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, റീഡിങ്ങിലേക്ക് കിടക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് യൂണിവേഴ്സ്. The High Priestess, Knight of Pentacles, Seven of Swords, Seven of Cups, the Emperor, the Hermit. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 2, 7 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 5, ഓക്കെ. സയൻസ്, വാട്ടർ സൈൻ, എയർ സൈൻ, എർത്ത് സൈൻ. ഓക്കെ, എർത്ത് സൈൻ. ഏരീസ്, മേഡം, ടോറസ്, ഇടവം, അക്യൂറിയസ്, കുംഭം, സ്കോർപിയോ, വൃശ്ചികം. ഇടവം ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതെന്ന് നോക്കുക. ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. റെക്കോർഡഡ് വീഡിയോ ആണ്. ദ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ അവരൊന്നും ഓപ്പണായിട്ട് സംസാരിക്കത്തില്ല. എന്തും അവരുടെ ഒരു ഭാഗം മറച്ച് പിടിച്ചുള്ള സംസാരങ്ങളെ പറയും. അവരുടെ ഫാമിലി കാര്യമാണെങ്കിൽ ശരി തന്നെ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും നിങ്ങളുടെ മുമ്പിൽ അവർ തുറന്നു പറയുന്നതിന് ഒരുപാട് മടി കാണിച്ചിരുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ പൂച്ചക്കുട്ടി പ്രസവിച്ചെന്നറിഞ്ഞിരുന്നാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കി അറിയും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, നിങ്ങളൊന്നും ഓപ്പണായിട്ട് പറയില്ല, അവരുടെ അടുത്ത് ഒരു കാര്യങ്ങൾ തുറന്ന് പറയില്ല എന്നുള്ളൊരു പരാതി നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടായിരിക്കാം. ഇത് നമ്പർ 2 കാർഡാണ്. ഇമോഷണൽ കാർഡാണ്. മൂണാണ്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഒന്നിനും കാണത്തില്ല. ഏത് സമയവും ഒന്നുകിൽ ഒരു ദിവസം സന്തോഷമാണെങ്കിൽ ഒരു ദിവസം ദുഃഖം, അടിയും വഴക്കും, അങ്ങനെയുള്ള ഒരു കോൺസ്റ്റൻ്റ്ലി ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു മൂഡിൽ അങ്ങോട്ട് പോകത്തില്ല. എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുറകിലുള്ള ആ ബാലൻസിങ് കാണിക്കുന്ന നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. പുറകിൽ കാണുന്ന ആ തൂണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരു ബാലൻസ് കാണിക്കുന്നത് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. വഴക്കും അല്ലെങ്കിൽ കുറച്ച് സമാധാനം കാണുമെങ്കിൽ പിന്നെ അത് ബ്ലാക്കിലോട്ട് പോകും. അത് നിങ്ങളുടെ ആ ഈക്വലായിട്ടുള്ള ഒരു ബാലൻസിങ്, നിങ്ങളുടെ ലവ് റിലേഷനിൽ ഒരു ബാലൻസിങ് പ്രോബ്ലം അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്.
നിങ്ങളുടെ പേഴ്സണ് കുറച്ച് നോളജ് കൂടുതലായിരിക്കും. അവരെല്ലാത്തിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ അറിവൊക്കെ ഉള്ളതായിരിക്കും. ആ അറിവ് വെച്ച് നിങ്ങളുടെ അടുത്ത് ഏത് സമയവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിവില്ല എന്നുള്ള രീതിയിൽ അവർ വലിയ അറിവുള്ള ആൾക്കാരാണ് എന്നുള്ളത് പ്രകടമാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ഇപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ അതിനെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂം ചെയ്ത് നോക്കിയാൽ കാണാം ആ ലേഡിയുടെ കയ്യിലിരിക്കുന്നത് ടോറോ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പം അത് സ്പിരിച്വലായിട്ടുള്ളൊരു ബുക്കാണ്. അതിനെക്കുറിച്ച് ലേഡി തന്നെ ആവണം എന്നില്ല. ഇത് രണ്ട് ഫെമിനൻ്റ് ആണ്, മസ്കുലർ എനർജി വരുന്നതാണ്. അപ്പം മെയിലും ആകാം ഫീമെയിലും ആകാം. അവരതിനെക്കുറിച്ച് സ്പിരിച്വലായിട്ടുള്ള കുറച്ച് പഠനങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആകാം. നിങ്ങളുടെ പേഴ്സൺ ഏത് സമയവും നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒരു അപ്രിഷ്യേറ്റ് തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിരുന്നാലും അതിനെക്കുറിച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് ബെറ്ററാണ്, അത് നല്ലതായിട്ടുണ്ട്, നീ ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയെക്കുറിച്ച് ഒന്നും പറയത്തില്ല. നിങ്ങളെപ്പോഴും സെൽഫ് ഡൗൺ ആക്കി കാണിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ മുഖേനയാണ് നിങ്ങളിൽ വന്നത് എന്നുള്ളത് അവർ ഫലിപ്പിച്ച് ആ അപ്രിഷ്യേറ്റ് ചെയ്ത് കൂടി അവരിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചെടുക്കും. കാരണം സെൽഫ് ലവ് ചെയ്യുന്നതിൽ ഒരുപാട് മുന്നിലാണ് നിങ്ങളുടെ പേഴ്സൺ. കറണ്ട് എനർജി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ലൈഫ് ഇനി ഇങ്ങനെ പോയാലും പറ്റത്തില്ല, ഇനി ഒരു ബാലൻസിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏത് സംഭവത്തിനാണെങ്കിലും ഒരുപാട് മറവും ഒളിവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ക്ലാരിറ്റി ആയിട്ട് മുന്നിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേർക്കും ഈക്വലായിട്ട്, മെയിലായാലും ഫീമെയിലായാലും രണ്ടുപേർക്കും ഈക്വലായിട്ട് ലൈഫിലൊരു സ്ഥാനം വേണം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും വാക്കുകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങളിൽ തന്നെ കുറച്ച് കാര്യങ്ങളുടെ ബോധം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ഓക്കെ, ഇത് ഹൈ പ്രീസ്റ്റസിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് എംബ്രറാണ്. അതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് മൈൻഡ് ഗെയിം കളിച്ചിരുന്നു. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതുമായിട്ട് നിങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് ഗെയിം ആ ഒരു അതിലിരിക്കുന്ന ആ ഒരു ഫോട്ടോ സൂം ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാം ക്യൂബ്സിൻ്റെ ഗെയിം ഉണ്ടല്ലോ അത്. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ പല ഇതായിട്ട് നിങ്ങൾ കൊണ്ട് ചെന്നിരുന്നാലും പല രീതിയിൽ അത് കറക്കിയെടുത്ത് അതെല്ലാം അവരുടെ പാറ്റേണിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ പാറ്റേണിൽ ഫുള്ള് ഓക്കെ ആക്കി വെക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ സൂം ചെയ്ത് നോക്കാം. അതിൽ ആ ഒരു ലേഡി ഇരിക്കുന്നത് ആ ഒരു ക്യൂബ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ക്യൂബ്സ് നമുക്ക് ഏത് രീതിയിലാണോ അത്രയും ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്, മാത്സ് പരമായിട്ടാണെങ്കിലും ശരി തന്നെ അത്രയും നോളജുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് അത് കറക്റ്റ് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുമായിട്ട് പേഴ്സണുമായിട്ടുള്ള വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് മൈൻഡ് ഗെയിം നല്ല രീതിയിൽ നിങ്ങളോട് കളിച്ച് നിങ്ങളെ ഒരു വിഡ്ഢിയെ പോലെ ആക്കി അവരുടെ ഭാഗത്ത് ശരിയാക്കി വെക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സ്വഭാവമായിട്ട്. കറണ്ടല്ല, എപ്പോഴും ഉള്ള സ്വഭാവം അത് തന്നെ. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും അവർക്ക് ഹാപ്പി ആയിരിക്കണം. അവർ ഒരു കാര്യത്തിൽ ഇമോഷണൽ പരമായിട്ടൊന്നും അവർ തകരുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. അവർക്ക് എപ്പോഴും അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എപ്പോഴും അടിച്ച് പൊളിച്ച് ഒരു വെൽ ഡ്രസ്സിൽ എപ്പോഴും നല്ല ടിക് ടോപ്പായിട്ടുള്ള രീതിയിൽ അവർക്ക് ഡ്രസ്സ് ചെയ്യണം. ആ ഒരു രീതിയിൽ അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര അധികം ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെയും കണ്ടിട്ടില്ലായിരിക്കും. അത്രയേറെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരിട്ടിരിക്കുന്ന ഡ്രസ്സുകളിൽ തന്നെ അതിൻ്റെ റെഡ് കളറിലുള്ള ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഫേസ് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും അവരത്രയും ഒരു ദേഷ്യമുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീ ആവാം പുരുഷനുമാകാം. അതിൽ ലേഡീസിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്, ലേഡിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലേഡി തന്നെയാണോ? ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹെയറിൽ കളറിങ് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. അടുത്തത് ദ നൈറ്റ് ഓഫ് പെൻഡിക്കിൾ. അതിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ പേഴ്സണ് ഇനി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട്. വഴിയൊന്നും അത്ര ശരിയായ വഴികളല്ല. അത്
നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. ആ വഴികളെല്ലാം ഇല്ല വെടിച്ച് കീറിയതുപോലെയുള്ള ഒരു വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുക എന്നത് അവർക്ക് ഏറ്റവും കഠിനമായ ഒരു കാര്യമാണ്. ഓക്കെ, ഇതിന് മുന്നേ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ ലഭിച്ചതായിരിക്കും. ഒരു വലിയ ഒരു തത്രപ്പാടൊന്നും ഇല്ലാണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ പെട്ടെന്ന് അവർക്ക് കിട്ടിയതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്കപ്പിന് ശേഷമുള്ള നിങ്ങളിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രായം കുറവായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ ഇളയ വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ 1-2 മക്കളൊക്കെ ഉള്ളതിൽ ഏറ്റവും ഇളയ ആളായിരിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പക്വത കുറവായിരിക്കും. ഓക്കെ, മെച്യൂരിറ്റി കുറവായിട്ടുള്ളതായിട്ട് കാണുന്നു. എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. എന്തും നേരിടാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെയുള്ള, കാരണം യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിനല്ല, അവരെ സേഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഓക്കെ, നിങ്ങളുമായിട്ടൊന്ന് ഒരു മീറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തയ്യാറാക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്തായാലും അവരെടുത്തിട്ടുണ്ട്. ഇതുവരെ പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇത്രയും നാൾ അവർ മെച്യൂരിറ്റി കുറവായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരിക്കാം. അവർക്ക് മെച്യൂരിറ്റി കുറവെന്നല്ല, നിങ്ങളുടെ റിലേഷന് മാത്രം മെച്യൂരിറ്റി കുറവ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും. എന്നാൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഒരു കൊച്ചുങ്ങളടുത്ത് സംസാരിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും തരാതെ അവർ രക്ഷപ്പെടുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തന്നെ നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, അതാണ് പെൻഡിക്കിൾ എന്ന് പറയുന്നത്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓഫറാണ്. ഇനി സ്ട്രഗിൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള നിങ്ങളിലൊരു വിജയം നേടിയെടുക്കാൻ കഴിയൂ. അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലുമാണ് നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് എന്തോ ഒരു സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ കാലം കഴിയും തോറും നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യമോ മറ്റോ കുറയുന്നെങ്കിലോ എന്നുള്ളതിനായിരിക്കും കുറച്ചുകൂടി സമയമാകട്ടെ എന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാലം അനുകൂലമായി കിട്ടുന്നതിന് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ വഴിയും മോശമാണ് എന്നവർക്ക് മനസ്സിലായി. പക്ഷേ എന്ത് നേരിടാൻ തയ്യാറായി നിൽക്കുന്നെങ്കിലും അവർക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ടൈം അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കുതിരയും പടച്ചട്ടയും ഓഫറും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ഒരു സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത കപ്പ് 7 ഓഫ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കാർഡ് 7 ഓഫ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷനുകളുണ്ടായിരുന്നു. ഓക്കെ, ചിലപ്പം കാണാൻ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ ചുറ്റി ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. ഒരുപാട് ഓപ്ഷനുകളും ഓഫറുകളും ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങളെ എപ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് അവർ നോക്കിയിരുന്നു. അത് സംസാരത്തിൽ കൂടി തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഫീലായിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾക്ക് കുറവാണെങ്കിൽ അത് ഊന്നി പറയുക എന്നുള്ള, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ കാർഡ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരുപാട് 7 കപ്പുകൾ ഇരിക്കുന്നതിൽ ആ മധ്യത്തിരിക്കുന്ന കപ്പാണ് നിങ്ങൾ. അത് ഡിവൈൻ പവറായിട്ട് കരുതാം. ഡിവൈൻ പവർ നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മ, ആ ക്ലൗഡ് സൂചിപ്പിക്കുന്നത് മൊത്തം കർമ്മയാണ്. ആ കർമ്മകളായിരുന്നു നിങ്ങളുടെ പേഴ്സൺ കൂടുതലും അട്രാക്റ്റ് ആയിരിക്കുന്നത്. ആ ഡ്രാഗനെ കണ്ടോ, ആ കപ്പിലിരിക്കുന്ന ഡ്രാഗൺ എന്ന് പറയുന്ന പ്രലോഭനങ്ങളാണ്. അപ്പം ആ പ്രലോഭനങ്ങളിലും പണത്തിലും മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അട്രാക്റ്റ് ആയിരുന്നു. എന്നാൽ മധ്യത്തിരിക്കുന്ന ഡിവൈൻ പവറായ ഡിവൈൻ കൊടുത്തിരിക്കുന്ന നിങ്ങളെ അവർ അത്ര കാര്യമായി ചിന്തിച്ചിരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു അവരുടെ ശ്രദ്ധ. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിയായിരുന്നാലും ശരി തന്നെ, മറ്റെന്തെങ്കിലും പണമായിരുന്നാലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവർക്ക് ശ്രദ്ധ മൊത്തം മറ്റു കാര്യങ്ങളിലായിരുന്നു. ഓക്കെ, നിങ്ങളെ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. നിങ്ങളെ ഒഴിച്ച് അവർ
മറ്റെല്ലാ കപ്പുകളും അവർ സ്വന്തമാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാർമിക്കായിരുന്നു. അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള കാർമിക് സിറ്റുവേഷൻ കടന്നു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് അവർ ശ്രദ്ധ, കാരണം അത് മൊത്തവും അവരെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ലൈഫിൽ കാർമിക് സിറ്റുവേഷൻ അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാവരുടെയും കാര്യത്തിലല്ല, ചിലവർക്ക് ഇപ്പോൾ കാർമിക് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവസാനിച്ച വ്യക്തികൾ, കാർമിക്കായിട്ടുള്ള എല്ലാ പണികളും വാങ്ങിച്ച് കെട്ടിയിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തിരിക്കുന്ന ആ കപ്പ് അവിടെ ഇപ്പോൾ ഇത്രയും തേജസ്സോടെ ഇരിപ്പുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ഇത്രയും ഡിവൈൻ പവർ ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഇത്രയും നോളജ് ഉണ്ടായിരുന്നോ, നിങ്ങൾ ഇത്രയും പവർഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പം കാർമിക് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങളെന്നുള്ള വ്യക്തി അവിടെ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ അവർ കറൻ്റിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാകണം, ഒരു ക്ലാരിറ്റി നിങ്ങളുമായിട്ട് വേണം. ഓക്കെ, അപ്പം അതിന് ക്ലാരിഫൈ ചെയ്യുന്നതിന് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാണ്ടാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി അവർ വിചാരിക്കുന്ന കാര്യമാണ്. കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു 4 ഓഫ് വാണ്ടാണ്. ഒരു 4 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു. അടുത്തത് ഹെയറോഫൻ്റാണ് വന്നിരിക്കുന്നത്. ഹെയറോഫൻറ്റിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒരു മോട്ടിവേഷൻ സ്പീച്ചർ എടുത്ത് ചെന്ന് നിങ്ങൾ അവരുടെ പ്രവചനം കേൾക്കുകയും അല്ലെങ്കിൽ ഒരു പ്രവചനം ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ അതിനൊരു ക്ലാസ്, ഓക്കെ, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും നിങ്ങളിൽ തന്നെ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവരാം. എന്തായാലും സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ത് നിഗൂഢതകളും കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്കും ആകാം. ഓക്കെ, ഇപ്പോൾ ഒരു വല്ല ക്രൈം പോലത്തുള്ള കാര്യങ്ങളോ ഒരു ജോലിയോ ഒരു CIDയുടെ വല്ല പണിയൊക്കെ കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം അവർ ശരിയാക്കി അവർ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അത്രയ്ക്കുമുള്ള ഒരു പവറുണ്ട് അവർക്ക്. എന്ത് കാര്യങ്ങളും പെട്ടെന്ന് കണ്ടുപിടിച്ച്, ഒരു കള്ളത്തരമാണെങ്കിൽ ശരി തന്നെ ആ ഒരു കള്ളത്തരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രൂഫ് സഹിതം അവർ കണ്ടുപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു പവർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണേ ഉണ്ട്. എന്ത് കാര്യത്തെക്കുറിച്ചും നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ്, നമ്മൾ പറയത്തില്ലേ കഴുത്തിന് ചുറ്റും നാക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ഒരു സംസാര രീതികളാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളായിരിക്കത്തില്ല, നിങ്ങളുടെ പേഴ്സണായിരിക്കാം സംസാരിച്ച് തോൽപ്പിക്കാനുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ എപ്പോഴും ബാലൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഹെയറോഫൻറ്റിൻ്റെ ആ 2 തൂണുകൾ കാണിക്കുന്നത് ബാലൻസിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെയും ചില വാക്ക് തർക്കങ്ങളും കാര്യങ്ങളുമാണ് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അങ്ങനെയല്ല. നിങ്ങളുടെ സംസാര രീതികളിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിലുള്ളൊരു നോളജിൻ്റെ ആണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്ന വ്യക്തികൾ, പൈസപരമായിട്ട് കുറച്ച് കൈകാര്യം ചെയ്യുന്നതോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വ്യക്തിയായിരിക്കും. മറ്റുള്ളവർക്ക് ജോലിയൊക്കെ കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കീഴിൽ 1-2 ആൾക്കാർ ജോലി ചെയ്യുകയും നിങ്ങളുടെ അടുത്ത് വന്ന് അഡ്വൈസ് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് വന്ന് അഡ്വൈസൊക്കെ ചോദിച്ച് ഒരു ജോലികൾ ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തികളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയൊരു പുതിയ ഒരു വഴി തുറക്കണം എന്നുള്ള ഒരു കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആ ഹെയറോഫൻറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു 2 ചാവികൾ ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ലൈഫിലേക്കുള്ള 2 പേരുടെയും ജീവിതത്തിലേക്ക് ഒരു പുതിയ വഴി ഓപ്പൺ ആകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ കറൻ്റിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പ്രായമായ ആൾക്കാരുടെയൊക്കെ ഉപദേശങ്ങളും കാര്യങ്ങളും അവർ തേടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലായിട്ടും ഒക്കെ ആൾക്കാരുടെ അടുത്ത് പോയി തിരക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് കോടതി കേസുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ അഡ്വക്കേറ്റിനെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിനെയോ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലമായിട്ട് അവരെ കാണുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം.
നിങ്ങളുടെ ലൈഫ് 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ അവരിപ്പം മുന്നോട്ട് പഠിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനും അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അവർ കൂടുതൽ ഇപ്പം ഇൻവോൾവ് ആയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് നേരെ കൊണ്ടുപോകും. നിങ്ങളുമായിട്ടൊരു ഫാമിലി ആഗ്രഹിച്ചത് കൊണ്ടാണ്. അവരിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും മാറ്റി അവരൊരു നല്ല വ്യക്തിയാക്കണമെന്ന് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് നേരെ കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് കറണ്ട് ഫീലിങ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്ത കാർഡ് 7 ഓഫ് സോഡാണ്. 7 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടാണ്. ഏസ് ഓഫ് വാണ്ടും 5 ഓഫ് വാണ്ടും ദ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ അവരോട് പറഞ്ഞ ചില കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ അവരുടെ ഫീലിങ്സാണ്. നിങ്ങളങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ചില കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ അവർ ഈ ഒരു സമയത്ത് റീതിങ്ക് ചെയ്യുന്നുണ്ട്. അതിലും വലുതായി തന്നെ അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അവർ റീതിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും അവരുടെ ലൈഫിലുണ്ടായ പല കാര്യങ്ങളെയും ഒരു CBI പോയി പരിശോധിച്ച് അതിൻ്റെ ഫോസിൽ വരെ പൊക്കി എടുത്തുകൊണ്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്തിരുന്നു എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അവരുടെ ലൈഫിലുണ്ടായിരുന്ന എല്ലാം മോശമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ വീണു പോയിട്ടുള്ള എല്ലാ റിലേഷനുകളും അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് ഒരു സമാധാനവും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരങ്ങളും നിങ്ങളൊരു CBI പോലെ പോയി ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യുകയും അവരെ ഇടം വലം തിരിയാൻ വയ്യാതെ ആ കള്ളത്തരങ്ങളെല്ലാം നിരത്തി തെളിവ് സഹിതം വെച്ചപ്പോഴത്തേക്ക് രാഖി രാമായണം അവരെന്ത് ചെയ്ത് നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പും എടുത്തുകൊണ്ട് അവരോടി. നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഉറക്കം പിന്നെ നിങ്ങളുടെ ഭക്ഷണം അതൊന്നും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ കിട്ടിയില്ല. അതെല്ലാം അവരും നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബ്രേക്കപ്പും പറഞ്ഞാണ് അവർ ഓടിയത്. കാരണം നിങ്ങളുടെ നിന്ന് എല്ലാം മോഷ്ടിച്ച് സമാധാനം, സ്നേഹം, നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം. ഓക്കെ, ഇപ്പം എന്നെ കേൾക്കുന്ന പല വ്യക്തികളും കുറേ മാസങ്ങളായിട്ടുണ്ടായിരിക്കും ഒന്ന് നേരെ ചൊവ്വേ സമാധാനത്തിലൊന്ന് ഉറങ്ങിയിട്ട് തന്നെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രിക്ക്, എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവുമോ, കിട്ടിയിരുന്നെങ്കിൽ വല്ല ട്രിക്കും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യങ്ങൾ, ഒരു ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയായി കൊണ്ടുപോകുന്നതിന്, അതിനൊരു ഗ്രോത്ത് വരുന്നതിന് വേണ്ടിയിട്ട് യാതൊരു എഫേർട്ടും നിങ്ങളുടെ പേഴ്സൺ ഇട്ടിരുന്നില്ല. ഫുൾ എഫേർട്ട് നിങ്ങൾ തന്നെയായിരുന്നു. എഫേർട്ട് ഇട്ട് നിങ്ങൾ മടുത്തു. ആ ജീവിതത്തോട് തന്നെ ഇനി എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ പല വ്യക്തികളും, എന്നെ കേൾക്കുന്ന പല വ്യക്തികളും ഇനി ഈ ഒരു ലൈഫിലോട്ട് ഒന്നിനും എഫേർട്ട് ഇടാൻ, ഒരു സമാധാനത്തിലായാലും ശരി തന്നെ, അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നതിനായാലും ശരി തന്നെ, അങ്ങോട്ടൊരു കോൾ ചെയ്യുന്നതിനായാലും ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ ഇനി തയ്യാറല്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച വ്യക്തികൾ പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടതായ ആവശ്യങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പതുക്കെ അവിടെ നിന്ന് ഒന്നും അറിയാത്ത, അപ്പോഴും പെട്ടെന്ന് മെച്യൂരിറ്റി കുറയും. അതുവരെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ വഴക്ക് പറയാനും ചീത്ത വിളിക്കാനും ഭയങ്കര മെച്യൂരിറ്റി ആവും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ സഹായമോ വേണ്ടി വരുന്ന സമയത്ത് മെച്യൂരിറ്റി അങ്ങ് ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ അവർക്കൊന്നും അറിയത്തില്ല, ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ ഇതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെക്കുറിച്ചുള്ള മെച്യൂരിറ്റി കുറവ് അവർ ആ സമയത്ത് പ്രകടമാക്കും. എന്നാൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ച് നിങ്ങളെ കയ്യിൽ നിന്ന് എന്താണോ ലഭിക്കേണ്ടത് അതും നിങ്ങൾക്ക് ചിലപ്പം പേഴ്സണലി ആണെങ്കിൽ ശരി തന്നെ, നിങ്ങളുടെ ആളായിട്ടുള്ള ഹെൽപ്പാണെങ്കിൽ ശരി തന്നെ, നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പാണെങ്കിൽ ശരി തന്നെ, എന്ത് മെൻ്റലി ഹെൽപ്പാണെങ്കിൽ ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് അതിൻ്റേതായ ഒരു മൈൻഡ് ഗെയിമർ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടാണ്. ഒരു ന്യൂ ബിഗിനിങ്, ഈ കറണ്ട് ഫീലിങ്സിൽ അവർക്ക് നിങ്ങളോടൊരു ന്യൂ ബിഗിനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് മുഖത്തിൽ നിങ്ങളടുത്ത് വരും, ഏത് മുഖവും വെച്ചുകൊണ്ട് വരും. കാരണം അമ്മാതിരി കാണുപ്പാണ് കാണിച്ചിട്ട് പോയത്. ഓക്കെ, രാഖി രാമായണം ബ്രേക്കപ്പ് ചെയ്തിട്ട് ഒരു പോക്ക് പോയിട്ട് നിങ്ങളെത്രയും പെയിനായിട്ടുള്ള സിറ്റുവേഷനിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് വന്നിട്ട് ഓഫർ തരിക എന്ന് പറയുന്നത് ഏത് രീതിയിൽ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്.
ഓക്കെ, കറണ്ട് ഫീലിങ്സ് ആയിട്ട് നിങ്ങൾക്കൊരു ഓഫർ തരണം. അത് എങ്ങനെ, അതിന് ഏത് ട്രിക്ക് ഉപയോഗിക്കണം. കാരണം വളഞ്ഞ വഴിയെക്കുറിച്ച് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാറുള്ളൂ. എങ്കിലും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പായി പോയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായി അവർ വിട്ടിരുന്നില്ല. അവർ നിങ്ങളിലേക്ക് തന്നെ, അവർ ദൂരെയാണ്, ഓക്കെ നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദൂരേക്ക് മാറി ഒളിച്ച് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും, ഈ കറൻ്റ്ലി നിങ്ങൾ ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് പോലും നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ നിങ്ങൾ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ വഴിയൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയുകയാണ്. ഓക്കെ, നിങ്ങൾ ഉറങ്ങാറുണ്ടോ, നിങ്ങൾ ഫുഡ് കഴിക്കാറുണ്ടോ, നിങ്ങളിപ്പോൾ ഹാപ്പിയാണോ, അതൊക്കെ അറിഞ്ഞ് അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളും അവർക്ക് വിട്ടുപോകുന്നില്ല. അവരുടെ കണ്ണെപ്പോഴും നിങ്ങളിൽ തന്നെയാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരുന്നത് 5 of Wands ആയിരുന്നു. എന്തായാലും അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാകും എന്നുള്ള കാര്യം അവർക്ക് ഷുവറാണ്. എന്തായാലും അവർക്കറിയാം, നിങ്ങൾ ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പടച്ചട്ടകളെല്ലാം അവർ തച്ച് ഇപ്പോഴേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതും ഇട്ടിട്ടാണ് ആ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത്. സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവരെ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അവരുടെ ഭാഗത്തുണ്ട്. അവർ നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. നിങ്ങൾക്ക് അവരെ ജയിക്കാൻ കഴിയില്ല. റോക്കി ബായി ആണത്. ഓക്കെ, കാരണം അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ക്യൂബ്സ് പോലെയാണ്. ഓക്കെ, എത്രയൊക്കെ തിരിച്ചു മറിച്ച് അവരുടെ അടുത്ത് ചോദ്യം ചോദിച്ചിരുന്നാലും അവരുടെ ദിശയിലേക്ക് കളർ ചേഞ്ച് ചെയ്ത് അവർ സെറ്റാക്കി കൊണ്ടുവന്ന് തരും. ഓക്കെ, അപ്പം ഇതാണ് അവർക്ക് ഉറപ്പുണ്ട്. അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിലും അവസാനം അവരിൽ തന്നെ ജയിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സണുണ്ട്. അപ്പം കറണ്ട് ഫീലിങ്സ് ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് ഒരു അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കടമ്പകൾ കിടക്കണം. ഈ വഴി എന്ന് പറയുന്നത് ഇത്രയും പ്രോബ്ലം നിറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസൊനേറ്റ് ആയതാണെങ്കിൽ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ പേഴ്സൺ വന്നു എന്നുള്ളതിൻ്റെ കമൻസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സെൽഫ് ലവ് ആർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുള്ളൂ. സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ. സെൽഫ് ലവ് ചെയ്യാതെ കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളിലേക്കും അവരുടെ പേഴ്സൺ വരത്തില്ല. പിന്നെ യൂണിവേഴ്സ് കാർമിക്കായിട്ട് നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന വ്യക്തികളുടെ കാർമിക് സിറ്റുവേഷൻ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങളൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, വരുന്നതെല്ലാം നല്ലതിന്. ഓക്കെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി ഒരു സമാധാനം കിട്ടുള്ളൂ. ഇല്ല, എനിക്ക് വന്നതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ആ ഒരു സന്തോഷം ഇന്നത്തെ ദിവസവും കൂടി നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. പക്ഷേ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി മുന്നോട്ട് എന്തായാലും നമ്മളെ കൊണ്ട് ഒന്ന് കൂട്ടിയാൽ കൂടത്തില്ലല്ലോ. ലൈഫിൽ വരുന്നതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരവും വരുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഒരു 70% ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളതൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഓക്കെ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായിരുന്നാലും ഇന്നത്തെ സന്തോഷം ഞാൻ കെടുത്താൻ തയ്യാറല്ല എന്ന് ചിന്തിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം വരട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം വരുത്തട്ടെ. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവരോടൊപ്പം എപ്പോഴും ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ എനിക്കും പ്രകാശം പരക്കട്ടെ. താങ്ക് യു.